എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള വിളിയാണ്. തേനൂർന്നുണ്ട് കേട്ടാ. പക്ഷെ ചേച്ചിയുടെ മുഖത്ത് ദേഷ്യാണല്ലോ. എങ്ങനെ വരാണ്ടിരിക്കും? ഇതെന്തുട്ടാ കാട്ടിയിരിക്കണേ? നോക്കട്ടെ. ഇത് ഞാൻ വരച്ചു വിട്ടതാ. അപ്പൊ നീ കുത്തി വരച്ചു എന്നൊക്കെ നിനക്ക് അറിയാല്ലേ? നല്ല രസമുണ്ടല്ലേ? ഹായ്. ഓ, എനിക്ക് കാല് വാരിയിട്ട് നിലത്തടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടാ. എന്നെ കാല് വാരിയ ഞാനും വാരും. ഇതെന്തിവിടെ കാലുവാരികളുടെ സംസ്ഥാന സമ്മേളനോ? നോക്കിയേട്ടാ, എന്റെ മാത്സ് നോട്ട്ബുക്കാണ്. ഇതെന്താ ഇവിടെ ചെയ്ത് വെച്ചിരിക്കണേ? നോക്കട്ടെ. അശ്ശോ, ഐഷു ഇതെന്താ കാട്ടിയത്? എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട് കേട്ടാ. ഏയ് കരയാതെ മഞ്ജുട്ടിയെ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? മാമീനെ വിളിക്കാം. മാമിയെ ഒന്ന് ഇങ്ങടേക്ക് ഓടി വരാവോ? എന്താ മോനെ? ഐ, ഇവളെന്തുട്ടിനെ കരയണത്? അമ്മ, ഇന്നലെ ഞാന് കുത്തിയിരുന്ന ഹോംവർക്ക് മുഴുവൻ എഴുതി വെച്ചതാണ്. അതിന്റെ പുറത്തൂടെ ഇവള് വരച്ചാ വെച്ചേക്കണു. ഐഷു, നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് മഞ്ജുവിന്റെ ബുക്ക് എടുക്കരുത് എന്ന്. അത് കുത്തി വരയ്ക്കാൻ എടുക്കരുതെന്നല്ലേ? പിന്നെ ഇതെന്തുട്ടാ കുത്താണ്ട് വരച്ചതോ? ഇപ്പൊ കുത്തി വരയ്ക്കാനല്ല, പടം വരയ്ക്കാനാ എടുത്തത്. ഓ, ഇതിനെ കൊണ്ട് തോറ്റൂലോ. എന്തിനാണെങ്കിലും എടുക്കരുത്. പറയണത് മനസ്സിലാവുന്നുണ്ടോ? അമ്മ, ടീച്ചർ പറഞ്ഞു പടം വരയ്ക്കുന്നത് ഒരു കലയാണെന്ന്. അതിന് അപ്പൊ ഈ വീട്ടില് കലാകാർക്ക് വിലയില്ലേ? ഇപ്പൊ അച്ഛനെ കടയെന്ന് വിളിക്കണം. എനിക്കറിയണം കലാകാരിയുടെ വില. ഇതിപ്പോ വാദി പ്രതിയായല്ലോ. ഇതാ മാമി ഒരു കലാകാരിയുടെ രോദനം. ഈ ഡാമൊന്ന് അടയ്ക്കണമെങ്കിൽ രഘുവേട്ടൻ തന്നെ വരണട്ടാ. രഘുവേട്ടൻ ചരക്കിടക്ക ഇപ്പൊ പട്ടണത്തിൽ പോയല്ലേ ഉള്ളൂ. ഇപ്പൊ എന്തുട്ടാ ചെയ്യാ? കുത്തി വരച്ചത് എന്റെ ബുക്ക്, കരയണതോ ഇവളും. മാമീനിപ്പൊ എന്തുട്ടാ ചെയ്യാ? കുട്ടി കരഞ്ഞു പനിക്കുവോ? പൊന്നൈശു, ഒന്ന് നിർത്തി തരാമോ? ഉടനെ ഒന്നും അച്ഛന് എത്തില്ല. എന്തേലും ഐഡിയ പ്രയോഗിക്കും മാമി. നോക്കട്ടെ. ഇവള് പറയണ രഘുവേട്ടനെ എന്തായാലും വിളിക്കാം. പക്ഷെ ഒരു കാര്യാശനെ, ആ വെളി കിടക്കുന്ന മടലിന്റെ തുമ്പൊന്ന് വെട്ടിയെടുത്ത് തരാമോ? എന്തുട്ടാ മാമി? കഴിഞ്ഞ പ്രാവശ്യം രഘുവേട്ടൻ പറഞ്ഞതാണ്, ഇനി കുത്തി വരയ്ക്കുകയാണെങ്കിലേ കവളി മടല് കൊണ്ട് നല്ല പെടയാ കൊടുക്കുന്ന്. വന്നാൽ ഉടനെ എന്നോട് മടല് ചോദിക്കും. എനിക്ക് കൊടുത്തേ പറ്റുള്ളൂ ട്ടാ. അതന്നെ. അതിനെന്താ, ഇപ്പൊ കൊണ്ടുവരാലോ. കത്തിയുണ്ടോ ഇവിടെ? പിന്നില്ലേ, നല്ല മൂർച്ചയുള്ളതുണ്ട്. എന്നാ വായോ, പെട്ടെന്ന് തന്നെ നമുക്ക് വെട്ടിമുറിച്ചെടുക്കാം. സമയമില്ല, ഇത് കഴിഞ്ഞ അച്ഛനെ ഫോൺ ചെയ്യാനുള്ളതാണ്. എന്തേ? എന്ത്? പൊന്നുമോക്കത് ഓർമ്മയുണ്ടല്ലേ? പറഞ്ഞിരുന്നു. എന്തേ? അല്ല, ഞാനേ ഇനി അതിലേ വരയ്ക്കുള്ളൂ. ഉറപ്പാണ്? ഉറപ്പ്. പിന്നെ അച്ഛനോട് പറയണ്ടേട്ടാ. ആലോചിക്കട്ടെ. പക്ഷെ ഞാനെന്ത് ചെയ്യും അമ്മേ? ഇനി അടുത്താള് തുടങ്ങിയല്ലോ. ഇന്നലെ 2 മണിക്കൂർ പിടിച്ച് ചെയ്ത ഹോംവർക്കാണ്. മോനെ അശ്വിനെ ഒന്ന് സഹായിച്ചോണ്ടാ. എന്തായാലും അവള് ചെയ്തതല്ലേ. ഓക്കെ, വായോ മോളെ. മോളെ, ആ 2 പേജും കൂടി ചേർത്തൊട്ടിച്ചിട്ട് അടുത്ത പേജ് മുതൽ എഴുതി തുടങ്ങിക്കോളൂ ട്ടാ. ഓക്കെ അമ്മേ. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ കുരുത്തക്കെട്ട കുഞ്ഞുങ്ങള്? ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ എങ്ങനെയാണ് മാനേജ് ചെയ്യണേ? അശ്വിൻ. ജൂലി, സോറി, ഞങ്ങക്ക് വരാൻ പറ്റിയില്ല. കാരണം ഞാൻ ചോദിക്കണില്ല. സ്നേഹിക്ക് എന്റെ അടുത്ത് വരാൻ താല്പര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അല്ല, അങ്ങനെയല്ല. സ്നേഹയും ഞാനും കൂടി പകുതി വരെ വന്നതാണ്. പ്രതീക്ഷിക്കാതെ എന്റെ റിലേറ്റീവ്സിനെ കണ്ടിട്ട് തിരിച്ചു പോവേണ്ടി വന്നു. ഓ, അതായിരുന്നുല്ലേ കാര്യം. ജൂലിക്ക് വിഷമായില്ലേ? പിന്നെ ആവാണ്ടിരിക്കോ? എന്നാലും ഇങ്ങനത്തെ സന്ദർഭങ്ങള് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടല്ലോ. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓ, താങ്ക് യു സോ മച്ച്. ഞാൻ വിചാരിച്ചത് ജൂലി കുറെ പരിഭവം പറയുന്നതാണ്. ഏയ്, അശ്വിൻ കരുതുന്ന ഒരു ടൈപ്പേ അല്ല ഞാൻ. മേ ബി. എന്തായാലും സാരില്ല കേട്ടോ. അടുത്ത ബർത്ത്ഡേക്ക് ഞങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും വരും. ഓ, അതിനെന്താ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നല്ലേ ചിലപ്പോഴൊക്കെ പറയാറ്. അടുത്ത തവണയാവും എന്റെ ലക്ക്. അന്ന് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടാട്ടാ. എന്നാൽ അശ്വിൻ ചെന്നോളൂ. സ്നേഹയ്ക്ക് ഞാനുമായിട്ട് സംസാരിക്കണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ? അപ്പൊ ശരി, ബൈ. ബൈ. ഞാൻ വിചാരിച്ചത് പാർട്ടിക്ക് വരാത്തോണ്ട് നീ അശ്വിനോട് ചൂടാവുന്നാണ്. ഏയ്, എന്റെ ടെക്നിക്ക് വേറെയാണ്. ഈ ആൺകുട്ടികൾക്കേ അവരെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി വേണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം.
നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ അവൻ എന്നെ കാണാൻ എന്നെ വെറുപ്പാണ്. പക്ഷെ ഇന്ന് പരിഭവോ പരാതിയോ ഇല്ലാന്ന് കണ്ടപ്പോ അവൻ കുറച്ചുകൂടി നേരെ എന്നോട് സംസാരിച്ചു. അത് ഇഷ്ടം കൊണ്ടൊന്നല്ല, നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരാൻ പറ്റാത്തതില് ഒരു വിഷമം തോന്നിയിട്ടുണ്ടാവുമല്ലോ, അതിന്റെ ഒരു സിമ്പതി, അത്രേ ഉള്ളൂ. ആ സിമ്പതി, അത് തന്നെയാണ് ജൂലിക്ക് ആദ്യം വേണ്ടത്. തൽക്കാലം അത് മാത്രം മതി. ഇതുമ്മെ പിടിച്ച് ഞാൻ കയറും. പതുക്കെ പതുക്കെ അവന്റെ മനസ്സിനകത്ത് വരെ ഞാൻ കയറി കൂടും. അതിന്റെ അർത്ഥം നീ ഇന്ന് അവന്റെ മനസ്സിൽ സിമ്പതി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നല്ലേ? പിന്നല്ലാണ്ട്. ജൂലി, കളി തുടങ്ങി മക്കളെ. ഇവളിനി എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ. അറിയാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ട്ടാ. ഇന്ന് ഹായ് പറയാനുള്ളത് റിതയ്ക്ക. ഹായ് റിത, ഫാത്തിമ. ഫ്രണ്ട്സിനൊക്കെ വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കണം ട്ടാ.